ഇപ്പോഴത്തെ യങ് കമ്പോസേഴ്സ് കുറച്ചും കൂടെ പ്രൊഫഷണലാണ് ആൻഡ് അവർ കുറച്ചും കൂടെ ലൈക്ക് ആറ്റിറ്റ്യൂഡിലൊരു വ്യത്യാസം വന്നിട്ടുണ്ട്. ഐ ഫീൽ കുറച്ചും കൂടെ ഒരു സിംഗർ ആൻഡ് മ്യൂസിഷ്യൻ കമ്പോസർ തമ്മിലൊരു ഒരു ടീമാണെന്നുള്ളൊരു ആറ്റിറ്റ്യൂഡ് വന്ന പോലെ എനിക്ക് തോന്നാറുണ്ട്. മറ്റതൊരു ഹൈറാർക്കി ആയിരുന്നു. ഞാനൊക്കെ പാടുന്ന സമയത്ത് ലൈക്ക് യുനോ മ്യൂസിക് ഡയറക്ടർ സിംഗറിന് പാട്ട് തരുന്നു, സോ വി ആർ ഗിവിങ് യു ആൻ ഓപ്പർച്യൂണിറ്റി, സോ ഹൗ ഡെയർ യു ആസ്ക് ഫോർ മണി എന്നുള്ള ഒരു ആറ്റിറ്റ്യൂഡുള്ള പല മ്യൂസിക് ഡയറക്ടേഴ്സും അന്നുണ്ടായിട്ടുണ്ട്. സോ ഇപ്പം ഞാൻ പറഞ്ഞില്ല, എൻ്റെ യൂട്യൂബ് ചാനലിൽ 8-9 സിംഗിൾസ് ഉണ്ട്, ഒറിജിനൽ കോമ്പോസിഷൻസ് ഉണ്ട്. ആർക്കും അറിയില്ല. അനഘയ്ക്ക് ഞാൻ പറഞ്ഞപ്പോഴല്ല അറിഞ്ഞത്. അപ്പൊ മനോഹരി രാധേ രാധേ അവിടെ ഒരു ഫോക്കിഷ് ഒരു വോയിസ് എടുക്കാൻ പറഞ്ഞു. സോ ഐ തിങ്ക് ഒരു നല്ലൊരു എക്സ്പെരിമെന്റ് ചെയ്യാൻ പറ്റിയ ഒരു പാട്ടായിരുന്നു അത്. ആൻഡ് ഇറ്റ് ഡിഡ് വെരി വെൽ ഓൾസോ. ഞാനത് പടം കാണാൻ പോയപ്പോൾ തിയേറ്ററിൽ നല്ല റെസ്പോൺസ് ആയിരുന്നു ആ പാട്ട്, എസ്പെഷ്യലി ആ ഫോക്ക് പോർഷൻ വരുമ്പോൾ നല്ല റെസ്പോൺസ് ആയിരുന്നു. സോ ഇറ്റ്സ് സച്ച് എൻ ഇൻക്രെഡിബിൾ പീസ് ഓഫ് ആർട്ട് ആ സീരീസ്. അപ്പോൾ ഐ ഫെൽറ്റ് ലൈക്ക് യുനോ ഞാൻ ഭയങ്കര ഐ തിങ്ക് ഒരു ഇൻറ്റൻസ് ഫാൻ ഗേൾ മൊമെന്റിൽ ഉണ്ടായൊരു സാധനമാണത്. എനിക്ക് ഐ വാസ് ട്രിപ്പിംഗ്. ഞാനത് അതിൻ്റെ ടൈറ്റിൽ ട്രാക്ക് മാത്രമല്ല, അതിലെ എല്ലാ സൗണ്ട് ട്രാക്സും ഞാൻ ഇങ്ങനെ റിപ്പീറ്റിട്ട് ഇങ്ങനെ കേൾക്കുമായിരുന്നു. അപ്പോൾ ഊണിലും ഉറക്കത്തിലൊക്കെ അതായിരുന്നു. അപ്പോൾ ഐ ഫെൽറ്റ് ലൈക്ക് ഐ ഷുഡ് ഡു സംതിങ് ഒരു സിംഗറായിട്ട്. ഇപ്പോൾ ഐ എം എ സർട്ടിഫൈഡ് ലൈഫ് കോച്ച്. അപ്പം എന്ന് വെച്ചാൽ ഞാനിത് പഠിച്ചത് എൻ്റെ ഒരു സെൽഫ് ഇംപ്രൂവ്മെൻറ്റിന് വേണ്ടിയാണെങ്കിലും ഐ ഫീൽ ഒരുപാട് പേർക്ക് ഹെൽപ്പ് ആവശ്യമാണ്. ഇതെല്ലാം പറയുമ്പോഴും നമ്മുടെ മ്യൂസിക് ഇൻഡസ്ട്രി അണ്ടർ പെയ്ഡ് ആണ് എന്തൊക്കെ പറഞ്ഞാലും. അതായത് വിജയേശ്വാസ് എന്ന ഒരു സമയത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു മലയാള സിനിമയിൽ ഇനി പാട്ട് പാടില്ല, കാരണം അങ്ങനെ ഒരു സ്റ്റേറ്റ്മെന്റ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതായത് അത്രയും പ്രിവിലേജ്ഡ് ആയിട്ടുള്ള ഒരാൾക്ക് പോലും ഈ സ്റ്റേറ്റ്മെന്റ് പറയേണ്ടി വരുന്നുണ്ടെങ്കിൽ പുതുതായിട്ട് വരുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം ഇത് ഭയങ്കര ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. ഇത് നമുക്കൊരു ഫസ്റ്റ് സോഴ്സ് ഇൻകം ആയിട്ട് നമുക്ക് ചൂസ് ചെയ്യാൻ പറ്റില്ല. അതിപ്പോഴും അങ്ങനെ തന്നെയാണോ, അതിന് മാറ്റമുണ്ടോ? ഇപ്പോൾ എൻ്റെ ഒരു ഒബ്സർവേഷനിൽ നല്ല വ്യത്യാസമുണ്ട്. ഐ തിങ്ക് ഫ്രം ഹൗ ഇറ്റ് വാസ് വെൻ ഐ സ്റ്റാർട്ടഡ് നല്ല വ്യത്യാസമുണ്ട്. ഐ ഫീൽ ഇപ്പോഴത്തെ യങ് കമ്പോസേഴ്സ് കുറച്ചും കൂടെ പ്രൊഫഷണലാണ് ആൻഡ് അവർ കുറച്ചും കൂടെ ലൈക്ക് ആറ്റിറ്റ്യൂഡിലൊരു വ്യത്യാസം വന്നിട്ടുണ്ട്. ഐ ഫീൽ കുറച്ചും കൂടെ ഒരു സിംഗർ ആൻഡ് മ്യൂസിഷ്യൻ കമ്പോസർ തമ്മിലൊരു ടീമാണെന്നുള്ളൊരു ആറ്റിറ്റ്യൂഡ് വന്ന പോലെ എനിക്ക് തോന്നാറുണ്ട്. മറ്റതൊരു ഹൈറാർക്കി ആയിരുന്നു. ഞാനൊക്കെ പാടുന്ന സമയത്ത് ലൈക്ക് യുനോ മ്യൂസിക് ഡയറക്ടർ സിംഗറിന് പാട്ട് തരുന്നു, സോ വി ആർ ഗിവിങ് യു ആൻ ഓപ്പർച്യൂണിറ്റി, സോ ഹൗ ഡെയർ യു ആസ്ക് ഫോർ മണി എന്നുള്ള ഒരു ആറ്റിറ്റ്യൂഡുള്ള പല മ്യൂസിക് ഡയറക്ടേഴ്സും അന്നുണ്ടായിട്ടുണ്ട്. പക്ഷെ മാന്യമായിട്ട് പേയ്മെന്റ് തന്നിട്ടുള്ള മ്യൂസിക് ഡയറക്ടേഴ്സും ഉണ്ട് കേട്ടോ. ഇപ്പം മോഹൻ അങ്കിളൊക്കെ എന്നെ കൊണ്ടുവന്ന അദ്ദേഹമാണ്. അദ്ദേഹമൊക്കെ എന്ത് ചെറിയ കോറസ് വർക്കിന് പോയാൽ പോലും അദ്ദേഹം ഇതിരിക്കട്ടെ, ഊണ് കഴിക്കാനിരിക്കട്ടെ എന്ന് പറഞ്ഞ് തരുമുണ്ട്. അന്നൊക്കെ ഞാൻ പാടി തുടങ്ങുന്ന സമയത്താണ് പറയണേ കേട്ടോ. അന്നൊക്കെ അദ്ദേഹം എനിക്ക് ഒന്നും തരാണ്ട് വിട്ടാലും ഞാൻ ഒന്നും പറയില്ലായിരുന്നു. അപ്പോൾ വളരെ മാന്യമായിട്ട് റെമ്യൂണറേഷൻ തന്നിരുന്ന മ്യൂസിഷ്യൻസ് അന്നും ഉണ്ടായിട്ടുണ്ട്. പക്ഷെ ഐ ഫീൽ മെജോറിറ്റി ഓഫ് ദെം വർ ഈ ഒരു ആറ്റിറ്റ്യൂഡായിരുന്നു. ലൈക്ക് യുനോ നമ്മൾ ചോദിച്ചപ്പോൾ സർ പേയ്മെൻറ്റ് കുറച്ച് ലേറ്റ് ആയല്ലോ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് ഈഗോ ഹേർട്ട് ആവുന്നവരും അങ്ങനെയുള്ള മ്യൂസിഷ്യൻസ് ഒക്കെ ഉണ്ടായിട്ടുണ്ട് വെൻ ഐ വാസ് ലൈക്ക് ഭയങ്കര ബിസി ആയിട്ട് പാടിക്കൊണ്ടിരിക്കുന്ന സമയത്ത്. ബട്ട് ഇപ്പോഴും ഞാൻ ചില വർക്കിന് പോകുമ്പോൾ സംതിങ് ദാറ്റ് ഐ നോട്ടീസ് ഇസ് ദാറ്റ് പുതിയ യങ്സ്റ്റേഴ്സ് ആയിട്ടുള്ള മ്യൂസിഷ്യൻസ് കുറച്ചും കൂടെ പ്രൊഫഷണൽ ആണ്. They ask you what your remuneration is and they make sure that you're paid. എന്നാണ് എൻ്റെ ഒരു എക്സ്പീരിയൻസ് എനിക്ക് ഫീൽ ചെയ്തിരിക്കുന്നത് അതാണ്. ആൻഡ് that is also something that I want to tell these youngsters. There might be people, എനിക്കറിയില്ല, there may be people who are trying to exploit you. Opportunity തരുന്നു എന്നുള്ള വ്യാജേന പേയ്മെൻറ്റ്, but don't ever do that. Work is work. എന്ത് ജോലിയാണെങ്കിലും 10 മിനിറ്റിൻ്റെ ജോലിയാണെങ്കിലും you deserve to be paid. അതൊരു that has to be ഒരു unwritten understanding among everyone who's working in a project, you know. ഒരു ബേസിക് റെസ്പെക്റ്റ് ആണ്. ഒരാളൊരു വർക്കിന് പോകുമ്പോൾ അവർ അതിനു വേണ്ടി മാറ്റി വെച്ച സമയം, വെദർ ഇറ്റ്സ് ഇറസ്പെക്റ്റീവ് ഓഫ് ആർക്കാണ് ഇത് ബിഗർ ഓപ്പർച്യൂണിറ്റി എന്നുള്ളതൊക്കെ അവിടെ ഇറസ്പെക്റ്റീവ് ആണ്. യു ആർ വർക്കിംഗ്, ഇഫ് യു ആർ വർക്കിംഗ് യു ഹാവ് ടു ബി പെയ്ഡ്. ബേസിക് ഐഡിയ ആണത്.
സോ ഐ തിങ്ക് യങ്സ്റ്റേഴ്സ് ഒക്കെ ഡോണ്ട് ഗിവ് ഇൻ ടു ദാറ്റ്. ആൻഡ് ഐ തിങ്ക് ഇപ്പോഴത്തെ പിള്ളേരൊക്കെ കുറച്ചും കൂടെ ഞങ്ങളുടെ പോലെ ഒന്നല്ല. ഇപ്പോഴത്തെ പിള്ളേരൊക്കെ ഭയങ്കര ലൈക്ക് വെരി പ്രൊഫഷണൽ ആൻഡ് വെരി കട്ട് ത്രോട്ട് അബൌട്ട് വാട്ട് ദേ വാണ്ട്. ആൻഡ് യുനോ അവർക്ക് അറിയാം, ഓക്കെ ഞാൻ വർക്കിനാണ് പോകണം, ഐ നീഡ് ടു ബി പെയ്ഡ് എന്നുള്ളത് ചോദിച്ച് വാങ്ങിക്കാനുള്ള സാമർഥ്യവും ഉണ്ടെന്നാണ് എൻ്റെ ഒരു അണ്ടർസ്റ്റാൻഡിങ്ങിൽ ഞാൻ മനസ്സിലാക്കിയേക്കണേ. വിച്ച് ഇസ് എ ഗ്രേറ്റ് തിങ്. വളരെ നല്ല കാര്യമാണ്. അങ്ങനെ തന്നെ പോട്ടെ. മോഹൻ സിത്താര സാറിന്റെ കൂടെ ഒരുപാട് വർക്ക് ചെയ്തിട്ടുണ്ട്. അതൊരു സ്കൂൾ പോലെ എന്ന് സംസാരിച്ച് കേട്ടിട്ടുണ്ട്. ആ ഒരു റാപ്പ് എങ്ങനെയാണ്? മോഹനങ്കിളായിട്ട് ഞാൻ തുടങ്ങുന്നത് തന്നെ അദ്ദേഹത്തിന്റെ അടുത്താണ്. മോഹനങ്കിളായിട്ട് എനിക്ക് ഏറ്റവും കിട്ടിയേക്കുന്ന ലൈഫ് ലെസൺസ്, ആക്ച്വലി എടുത്തു പറയേണ്ട ഒരു കാര്യം, എന്നോട് വോക്കൽ ടെക്നിക്സിന്റെ കാര്യം നേരത്തെ ചോദിച്ചല്ലോ. എന്നെ ആ ഒരു ഐഡിയയിലേക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്തതിന്റെ പിന്നിലുള്ള വലിയൊരു പങ്ക് അദ്ദേഹത്തിനുണ്ട്. കാരണം ഞാൻ അദ്ദേഹത്തിന് പാടി തുടങ്ങുന്ന സമയത്ത് ഞാൻ കോറസ് വർക്ക് ധാരാളം ചെയ്യുമായിരുന്നു. അതേപോലെ ഈ റീ റെക്കോർഡിങ്, ബാക്ക്ഗ്രൗണ്ട് സ്കോർ, വോയിസസ് ഇഷ്ടം പോലെ ചെയ്തിട്ടുണ്ട്. കുറേ സിനിമകൾക്ക് ചെയ്തിട്ടുണ്ട്. അപ്പം അതൊരു യൂണിവേഴ്സിറ്റി ആയിരുന്നു. കാരണം അദ്ദേഹം ഈ പറഞ്ഞ ഞങ്ങളും വേറെ കുറച്ച് സിംഗേഴ്സും, ഒരു ഗ്രൂപ്പ് മെയിൽ സിംഗേഴ്സും ഒരു ഗ്രൂപ്പ് ഫീമെയിൽ സിംഗേഴ്സും ഉണ്ടാവും. നമ്മുടെ പുഷ്പ ചേച്ചിയൊക്കെ ഉണ്ടായിരുന്നു അതിൽ സ്ഥിരം, പുഷ്പാവതി. അപ്പോൾ അങ്ങനെ അദ്ദേഹം ഇങ്ങനെ ആ സമയത്ത് നൊട്ടേഷൻസ് പറഞ്ഞുതരും, ഹാർമണീസ് പറഞ്ഞുതരും, പല സ്റ്റൈലിലുള്ള വോയിസസ് എടുക്കാനായിട്ട് പറയും. ചിലപ്പോൾ പുള്ളി പറയും ഒരു വെസ്റ്റേണിൽ ഒരു സാധനം ട്രൈ ചെയ്യൂ, ചിലപ്പോൾ പുള്ളി ഒരു അറബിക്ക് ട്രൈ ചെയ്യൂ, ചൈനീസ് ട്രൈ ചെയ്യൂ എന്നൊക്കെ പറയും. അപ്പൊ അവിടെ നിന്നങ്ങനെ ട്രൈ ചെയ്യുന്നേ നമ്മളെ. അപ്പൊ പക്ഷേ ഇറ്റ് വാസ് സച്ച് എ ലേണിംഗ് കർവ് ഫോർ മീ ആസ് എ സിംഗർ. ഭയങ്കര രസമായിരുന്നു. ആൻഡ് ഇറ്റ് വുഡ് ഗോ ഓൺ ടിൽ ലൈക്ക് 2-3. ഇപ്പം അന്ന് ഞാൻ സ്കൂളിൽ പഠിക്കുന്ന സമയമാണ്. ആൻഡ് സ്കൂള് കഴിഞ്ഞ് നേരെ ചേതനയിലേക്കാണ് വരിക, ചേതന സ്റ്റുഡിയോ. എന്നിട്ട് സ്കൂൾ ബാഗ് അവിടെ വെച്ച് ഇടയ്ക്ക് ബ്രേക്ക് ഉള്ള സമയത്ത് അവിടെ ഇരുന്ന് ഹോംവർക്ക് ചെയ്യും. അത് കഴിഞ്ഞ് ചിലപ്പോൾ ഈ റീ റെക്കോർഡിംഗ് ഒക്കെ 3 മണി വരെയൊക്കെ പോകും. എന്നിട്ട് നേരെ തിരിച്ച് വീട്ടിൽ പോയി കുളിച്ച് സ്കൂളിൽ പോകും പിറ്റേ ദിവസം. ഇപ്പൊ ഞാൻ ആലോചിക്കുമ്പോൾ ലൈക്ക് ഹൗ ഡിഡ് ഐ ഡു ഇറ്റ്? ക്ലാസ്സിൽ ഉറങ്ങും, അത് വേറെ കാര്യം. പക്ഷെ എന്നാലും ഇറ്റ് വാസ് സോ മച്ച് ഫൺ. പിന്നെ ഭയങ്കര അദ്ദേഹമായിട്ടുള്ള ഏറ്റവും വലിയ ലെസൺ എനിക്ക് അതായത്, ഇപ്പം ഞാൻ മോഹൻ അങ്കിളുടെ ഒരുപാട് പാട്ടുകൾ പാടിയിട്ടുണ്ടോയെന്ന് വെച്ചാൽ ആക്ച്വലി ഞാൻ പാടിയിട്ടില്ല. എണ്ണം എടുത്ത് നോക്കിയാൽ അദ്ദേഹത്തിൻ്റെ കുറച്ച് പാട്ടുകളെ ഞാൻ പാടിയിട്ടുള്ളൂ. പക്ഷേ ഈ തുടങ്ങിയ സമയത്ത് ഞാൻ ചെയ്ത കോറസ് വർക്കുകളും ബാക്ക്ഗ്രൗണ്ട് സ്കോർ വോയിസസ് കൊടുത്തതും, that has always stayed with me. എത്ര വർഷമായി? It's almost like 22 years ആയി. It still stays with me. It still helps me. ഇപ്പോഴും ഞാൻ ലൈവ് പാടുമ്പോഴും റെക്കോർഡിങ്സിന് പോകുമ്പോഴും ഒക്കെ ഞാൻ പഠിച്ചിട്ടുള്ള ആ സാധനങ്ങൾ എനിക്ക് ഇപ്പോഴും ഇറ്റ് ഹെൽപ്സ് മീ. സോ അത് ഐ ഡോണ്ട് തിങ്ക് ഐ കുഡ് ഹാവ് ലേൺഡ്. വേറൊരാളുടെ അടുത്തൊന്നും എനിക്ക് ഇത്ര ഈസി ആയിട്ട് അത് പഠിക്കാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അദ്ദേഹം ഒരു വളരെ വേഴ്സറ്റൈൽ ആയിട്ടുള്ള മ്യൂസിഷ്യൻ ആയതുകൊണ്ടാണ് എനിക്കത് പറ്റിയത്. അതേപോലെ ഒരു കാലത്ത് ബാക്ക് ടു ബാക്ക് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നല്ലോ. അത് കഴിഞ്ഞ എണ്ണത്തിൽ കുറഞ്ഞു വന്നു. അത് ബോധപൂർവ്വം എടുത്ത തീരുമാനമാണോ? ആക്ച്വലി നോ. അത് എന്നെ സംബന്ധിച്ച് ഐ വാസ് ഓൾവേസ് വർക്കിംഗ്. എന്നെ സംബന്ധിച്ച് ഇഫ് യു ആസ്ക് മീ, കഴിഞ്ഞ 22 വർഷമായിട്ട് ഐ ആം വർക്കിംഗ്. അപ്പോൾ എന്താ വെച്ചാൽ എൻ്റെ ഒരു വിത്ത് വാട്ട് ഐ ഡു, ഞാനൊരു സിംഗറാണ്. ഇപ്പം ഓരോ ഓഡിയൻസിനോട് ചോദിച്ചാൽ ഞാനൊരു പ്ലേ ബാക്ക് സിംഗറാണ്. പ്ലേ ബാക്ക് സിംഗർ എന്ന് പറഞ്ഞാൽ സിനിമയിൽ പാടുക. പക്ഷെ എൻ്റെ ജോലി, എൻ്റെ വർക്ക് എന്ന് പറയുന്നത് ഇറ്റ്സ് നോട്ട് ജസ്റ്റ് സിംഗിങ് ഫോർ മൂവീസ്. ഞാൻ സിനിമയിൽ പാടുന്നുണ്ട്, എൻ്റെ ഇൻഡിപെൻഡൻ്റ് ആയിട്ടുള്ള വർക്കുകൾ ചെയ്യുന്നുണ്ട്, ഞാൻ ട്രാവൽ ചെയ്യുന്നുണ്ട്, ലൈവ് ഈവൻറ്റ്സ് ചെയ്യുന്നുണ്ട്, TV ഷോസ് ചെയ്യുന്നുണ്ട്. സോ ഫോർ മീ ഐ ഹാവ് ബീൻ വർക്കിംഗ് ഫോർ ദ ലാസ്റ്റ് 22 years. പക്ഷേ ആളുകളുടെ ഒരു പൊതുവെയുള്ള ധാരണ എന്ന് വെച്ചാൽ, എസ്പെഷ്യലി TV-യിൽ നമ്മളെ അധികം കണ്ടില്ലെങ്കിൽ ദേ ഹാവ് ദിസ് ഫീലിംഗ് ദറ്റ് യു ആർ നോട്ട് ഡൂയിങ് എനിത്തിങ്. അപ്പോൾ കാണും, ഇപ്പൊ ഒന്നും ചെയ്യുന്നില്ലേ, ഇപ്പൊ വെറുതെ ഇരിക്കുകയാണോ, അങ്ങനെ ഇങ്ങനെയൊക്കെയാണോ. എന്നെ സംബന്ധിച്ച് എവർ സിൻസ് ഐ സ്റ്റാർട്ടഡ് എനിക്ക് വെറുതെ ഇരിക്കാന്നൊരു ഫേസേ ഉണ്ടായിട്ടില്ല. ആൻഡ് ഇതിൻ്റെ ഇപ്പം പ്ലേ ബാക്ക് ഓപ്പർച്യൂണിറ്റീസ് സ്വാഭാവികമായിട്ടും ആദ്യം വന്ന സമയത്ത് എനിക്ക് ബാക്ക് ടു ബാക്ക് ഓപ്പർച്യൂണിറ്റീസ് ആയിരുന്നു ഫസ്റ്റ് 4-5 years. അത് കഴിഞ്ഞ് എനിക്ക് ഒന്നൊരു ഡിപ്പ് വന്നു. പക്ഷെ സംതിങ് ഐ ഹാവ് നോട്ടിസ്ഡ് അബൌട്ട് മീ ഇസ് ദാറ്റ് ഒരു ഇന്റർവെല്ലിൽ ഒരു പാട്ട് ഇങ്ങനെ പോകും. So I think I am very happy with that. I am very happy in my space.
എനിക്ക് അങ്ങനെ ഐ ഡോണ്ട് തിങ്ക് എനിക്ക് ആ ഒരു ഇൻസെക്യൂരിറ്റി ഒരിക്കലും ഉണ്ടായിട്ടില്ല സിനിമയിൽ എനിക്ക് പാട്ട് കുറഞ്ഞല്ലോ ബിക്കോസ് അനഘ എനിക്ക് എനിക്ക് മ്യൂസിക് ഇസ് ഓൺലി എ പാർട്ട് ഓഫ് മൈ ലൈഫ്. മ്യൂസിക് എനിക്ക് ഐ എം വെരി പാഷനറ്റ് അബൌട്ട് മൈ മ്യൂസിക്. ഐ ലവ് ലിസ്ണിങ് ടു മ്യൂസിക്, ഐ ലവ് ലേണിംഗ് ഒക്കെ ഉണ്ട്. പക്ഷേ എന്നെ സംബന്ധിച്ച് എൻ്റെ ലൈഫിൻ്റെ ഒരു ഭാഗമാണ് മ്യൂസിക്. അതല്ലാണ്ട് ഞാൻ ഇഷ്ടപ്പെടുന്ന ചെയ്യാൻ ആഗ്രഹിക്കുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട്. ഐ ലവ് ട്രാവലിംഗ്, ഐ ലവ് റീഡിങ്, ഐ ലവ് ഹിസ്റ്ററി, ഐ ലവ് ലേണിംഗ്. എനിക്ക് എൻ്റെ മോൻ 9 വയസ്സുണ്ട്. ഐ ലവ് സ്പെൻഡിങ് ടൈം വിത്ത് ഹിം. അപ്പം എനിക്ക് കോൺഷ്യസ്ലി ഞാൻ എൻ്റെ ഡയറിയിൽ ഐ മേക്ക് ഷുവർ ദാറ്റ് ഒരു പരിധി കൂടുതൽ ഐ എം നോട്ട് ബിസി സോ ദാറ്റ് ഐ ക്യാൻ ആൻഡ് താങ്ക്ഫുള്ളി ഐ ഹാവ് ദറ്റ് പ്രിവിലേജ് വിത്ത് ദ ജോബ് ദാറ്റ് ഐ ഡു. എനിക്ക് വേണമെങ്കിൽ ചൂസ് ചെയ്യാം വാട്ട് ടു ഡു ആൻഡ് വാട്ട് നോട്ട് ടു ഡു എന്നുള്ളത്. ആൻഡ് ഓൾസോ ഐ ഡോണ്ട് വോണ്ട് ടു ബി എ പാർട്ട് ഓഫ് ദിസ് റാറ്റ് റേസ് ഉണ്ടല്ലോ. ഹസിൽ ചെയ്ത് എപ്പോഴും കണ്ടന്റ് ഇടുക, എപ്പോഴും അതിടുക. എന്തിനാണ്? ഫോർ വാട്ട്? കാരണം ദർ ഇസ് സോ ഇപ്പം എൻ്റെ ഞാൻ പറഞ്ഞില്ല, എൻ്റെ യൂട്യൂബ് ചാനലിൽ 8-9 സിംഗിൾസ് ഉണ്ട്, ഒറിജിനൽ കോമ്പോസിഷൻസ് ഉണ്ട്. ആർക്കും അറിയില്ല. അനഘയ്ക്ക് തന്നെ ഞാൻ പറഞ്ഞപ്പോഴല്ല അറിഞ്ഞിട്ട്. അപ്പൊ കാരണം ആരും പറഞ്ഞിട്ട് കാര്യമില്ല. കാരണം ദിവസം അത്ര അധികം കണ്ടന്റ് ആണ് വൈഫൈയിൽ വരുന്നത്. ഹൗ മച്ച് വിൽ പീപ്പിൾ കീപ്പ് അപ്പ്? പിന്നെ ആളുകൾക്കും അവരുടേതായിട്ടുള്ള തിരക്കും കാര്യം. സോ ടേക്ക് ഇറ്റ് ഈസി. എനിക്ക് അതാണ് എല്ലാവരോടും പറയാനുള്ളത്. നത്തിങ് ഇസ് വർത്ത് ഗിവിങ് അപ്പ് യുവർ മെൻ്റൽ ഹെൽത്ത്. നത്തിങ് ഇസ് വർത്ത് ദാറ്റ്. നമുക്ക് എപ്പോഴാണ് നമ്മൾ ക്രാഷ് ആൻഡ് ബേൺ എന്നുള്ളൊരു അവസ്ഥയിലേക്ക് വരണേന്ന് നമുക്ക് പറയാൻ പറ്റില്ല. സോ ഇറ്റ്സ് സോ ഇമ്പോർട്ടൻറ്റ് ടു ടേക്ക് കെയർ ഓഫ് യുവർ സെൽഫ്. ആൻഡ് ഞാൻ എടുത്തിട്ടുള്ള തീരുമാനമാണ് എൻ്റെ ലൈഫിൽ ഐ വോണ്ട് ദാറ്റ് ബാലൻസ്. ഐ വോണ്ട് മൈ വർക്ക്, ഐ വോണ്ട് ടു ഡു തിങ്സ് ദാറ്റ് ഐ ലവ്, ഐ വോണ്ട് ടു ട്രാവൽ, ഐ വോണ്ട് ടു എക്സ്പ്ലോർ. എല്ലാം എനിക്ക് ചെയ്യണം. അപ്പോൾ എന്നെ സംബന്ധിച്ച് ഞാനെപ്പോഴും ബിസിയാണ്. ഞാൻ വർക്ക് ഇല്ലാണ്ട് ഐ എം ഓൾവേസ് ഡൂയിങ് സംതിങ് ഓർ ദി അതർ. അപ്പം അതുകൊണ്ട് ഇപ്പൊ ഒന്നും ചെയ്യുന്നില്ല, വെറുതെ ഇരിക്കുകയാണോ എന്ന് നോക്കുമ്പോൾ എനിക്ക് കുറച്ച് ഇറിറ്റേഷൻ വരും. പിന്നെ ഞാൻ ഒന്നും പറയില്ല, ഇല്ല എന്ന് പറയും. ഇല്ലില്ല, അങ്ങനെ അനഘ അങ്ങനെയല്ലോ ചോദിച്ചത്. അനഘ ചോദിച്ച് പ്ലേ ബാക്കിൽ ഒരു ടിപ്പ് വന്നു, ഡെഫിനറ്റ്ലി വന്നു, അത് ആക്സെപ്റ്റ് ഓൾസോ വന്നു. കുറച്ച് ആദ്യം പാടിയ സമയത്തുള്ള ഒരു തിരക്കിന്ന് കുറച്ചൊരു ഇത് വന്നു. ബട്ട് ഐ എം ഹാപ്പി വിത്ത് ദിസ് സ്പേസ്. കുഴപ്പമില്ല. ബാക്ക് ടു സോങ്സ്. കാത്തിരുന്ന വെണ്ണല്ലേ ഉണ്ട്, അത് ഭയങ്കര രസമുള്ള പാട്ടാണ്. ലൈക്ക് ആ പാട്ടിന് കുറേ പോർഷൻസ് വന്നു പോകുന്നുണ്ട്. അതിൽ ചേച്ചിയുടെ പോർഷൻ ഒരു ഭയങ്കര രസമാണ് അത് കേട്ടിരിക്കാൻ. അതിന്റെ ഓർമ്മ എന്താ? കാത്തിരുന്ന പെണ്ണല്ലേ ഞാനും ദേവേട്ടനും പാടിയിട്ടുള്ളതാണ്. അലക്സ് പോൾ സാറിന്റെ മ്യൂസിക്കാണ്. അത് ഈ പറഞ്ഞ മാതിരി ഒരു കുറേ നാള് കൂടിയിട്ടൊരു നല്ലൊരു മെലോഡിയസ് ആയിട്ടുള്ള ഒരു രാഗ ബേസ്ഡ് ഒക്കെ ആയിട്ടുള്ള ഒരു പാട്ട് വന്നാൽ ഇറ്റ് വാസ് എ ഗുഡ് പ്രോജക്റ്റ് ഓൾസോ. ക്ലാസ്മേറ്റ്സിൽ വലിയ പ്രോജക്റ്റ് ആയിരുന്നു. അപ്പം അത് റെക്കോർഡിങ് വാസ് ഫൺ. നല്ല അത്യാവശ്യം കുറച്ച് ഫ്രീ ആയിട്ട് വിട്ട ഒരു സെഷൻ ആയിരുന്നു. പിന്നെ അത് കഴിഞ്ഞ് മറ്റേ മനോഹരി രാധേ രാധേ അവിടെ ഒരു ഫോക്കിഷ് ഒരു വോയിസ് എടുക്കാൻ പറഞ്ഞു. സോ ഐ തിങ്ക് ഒരു നല്ലൊരു എക്സ്പെരിമെന്റ് ചെയ്യാൻ പറ്റിയ ഒരു പാട്ടായിരുന്നു അത്. ആൻഡ് ഇറ്റ് ഡിഡ് വെരി വെൽ ഓൾസോ. ഞാനത് പടം കാണാൻ പോയപ്പോൾ തിയേറ്ററിൽ നല്ല റെസ്പോൺസ് ആയിരുന്നു ആ പാട്ട്. എസ്പെഷ്യലി ആ ഫോക്ക് പോർഷൻ വരുമ്പോൾ നല്ല റെസ്പോൺസ് ആയിരുന്നു. സോ ഞാൻ പാടിയ പാട്ടുകൾ എനിക്ക് ഇഷ്ടമുള്ള ഒരു പാട്ടാണ് അത് ആക്ച്വലി. അതുപോലെ ഞാൻ ഈ ചാനൽ കണ്ടിട്ടില്ല എന്ന് പറയുന്നത്, ഞാൻ ചാനൽ കണ്ടു. ഗെയിം ഓഫ് ത്രോൺസിന്റെ ഒരു അക്കാപ്പല്ല ചെയ്തിട്ടുണ്ട്. എനിക്കത് അത് ഞാൻ കണ്ടു, എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. അത് നമ്മുടെ സ്റ്റൈലിൽ ചെയ്യുന്ന ഞാൻ വിചാരിക്കുന്നേ ഇല്ല. അത് നമ്മളാ ചെല്ലോ വെച്ചിട്ടുള്ള സാധനമല്ലേ കേൾക്കുന്നേ. അത് ഇങ്ങനെ റീക്രിയേറ്റ് ചെയ്യാൻ പറ്റുന്ന ആലോചിക്കുന്ന പോലും ഇല്ല. അതൊക്കെ സഡൻ കണ്ടപ്പോ എനിക്ക് ഭയങ്കര സർപ്രൈസ് ആയിരുന്നു. അതിന്റെ ഐഡിയ എവിടുന്നാ വന്നത്? അത് ഞാൻ ആക്ച്വലി ഭയങ്കര ലേറ്റ് ആയിട്ടാണ് ഈ GOT യൂണിവേഴ്സിലേക്ക് എന്നെ ഇൻട്രൊഡ്യൂസ് ചെയ്തത്. അതെന്റെ ഭർത്താവിനാണ് അതിന്റെ ക്രെഡിറ്റ്. കോവിഡ് സമയത്ത് ശ്രീകാന്താണ് അത് ആദ്യം കാണാൻ തുടങ്ങിയത്. അപ്പൊ എന്ന് വെച്ചാ കണ്ടുണ്ടോ അത്? അപ്പൊ അറിയാലോ, അത് കഴിട്ടിൽ കൺസ്യൂം യുവർ ലൈഫ് അത് തുടങ്ങിക്കഴിഞ്ഞാല്. അപ്പൊ ഞാനിങ്ങനെ നോക്കുമ്പോ ശ്രീകാന്ത് ഇങ്ങനെ തലയ്ക്ക് കൈയൊക്കെ വെച്ചോ എനിക്ക് ഉറങ്ങാൻ പറ്റണ്ടോ എന്നൊക്കെ പറഞ്ഞു, ഭയങ്കര ഓവറ്. അപ്പൊ ഞാനിത് എന്താ ഇത്ര ഉള്ളത്, എനിക്കൊന്ന് കാണണമല്ലോ എന്ന് പറഞ്ഞപ്പോ അപ്പൊ ശ്രീകാന്ത് പറഞ്ഞു എന്തായാലും തന്നെ ഞാൻ ഇത് കാണിച്ചിരിക്കും എന്ന് പറഞ്ഞിട്ട് അങ്ങനെയാണ് ഞാനിത് കണ്ടപ്പോ ഉണ്ടല്ലോ ദൈവമേ, അയ്യോ അത് തീരണ വരെ എനിക്കൊരു മനസ്സമാധാനം. ഇറ്റ്സ് സച്ച് എൻ ഇൻക്രെഡിബിൾ പീസ് ഓഫ് ആർട്ട് ആ സീരീസ്.
അപ്പോൾ ഐ ഫെൽറ്റ് ലൈക്ക് യുനോ ഞാൻ ഭയങ്കര ഐ തിങ്ക് ഒരു ഇൻറ്റൻസ് ഫാൻ ഗേൾ മൊമെന്റിൽ ഉണ്ടായൊരു സാധനമാണത്. എനിക്ക് ഐ വാസ് ട്രിപ്പിംഗ്. ഞാനത് അതിൻ്റെ ടൈറ്റിൽ ട്രാക്ക് മാത്രമല്ല, അതിലെ എല്ലാ സൗണ്ട് ട്രാക്സും ഞാൻ ഇങ്ങനെ റിപ്പീറ്റ് ഇട്ട് ഇങ്ങനെ കേൾക്കുമായിരുന്നു. അപ്പോൾ ഊണിലും ഉറക്കത്തിലൊക്കെ അതായിരുന്നു. അപ്പോൾ ഐ ഫെൽറ്റ് ലൈക്ക് ഐ ഷുഡ് ഡു സംതിങ് ഒരു സിംഗറായിട്ട് എന്തെങ്കിലും ചെയ്യണ്ടേ മോളെ എന്ന് ഞാൻ എന്നോട് തന്നെ ഇങ്ങനെ ചോദിച്ച അവസാനം വൺ ഫൈൻ ഡേ ഞാൻ എൻ്റെ വീട്ടിൽ ആ സമയത്ത് ഞാനൊരു ചെറിയൊരു റെക്കോർഡിംഗ്, ഒരു സൗണ്ട് കാർഡും മൈക്കും ഒക്കെ വാങ്ങിച്ച ടൈമായിരുന്നു. അപ്പൊ ഞാൻ വെച്ചു ഓക്കെ ആദ്യം തന്നെ സ്റ്റുഡിയോയിൽ പോയി എഞ്ചിനീയറിന്റെ മുമ്പിൽ നാണം കണ്ടാ, വീട്ടിലിരുന്നൊന്ന് എക്സ്പെരിമെന്റ് ചെയ്യാന്ന് വിചാരിച്ച് ഞാൻ അങ്ങനെ തുടങ്ങിയതാ. അങ്ങനെ ഓരോ ലെയർ ബൈ ലെയർ കേട്ട് 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 പിന്നെ മറ്റേ പഴയ എക്സൈറ്റ്മെന്റ് കയറി വന്നു. അപ്പോൾ എനിക്ക് പരിചയമുള്ള ഒരു എഞ്ചിനീയർ, സൗണ്ട് എഞ്ചിനീയർ ഉണ്ട്, ജിസ്റ്റോ ജോർജ് എന്ന് പറഞ്ഞിട്ട്. ജിസ്റ്റോന്റെ അടുത്ത് ഞാൻ അയച്ചു കൊടുത്തു. അപ്പം ചേച്ചി പോരെ ബാക്കി നമുക്ക് സ്റ്റുഡിയോയിൽ ചെയ്യാമെന്ന് പറഞ്ഞിട്ട് അങ്ങനെ സ്റ്റുഡിയോയിൽ പോയി ഞങ്ങളിരുന്ന് ഹാർമണീസും ലേയേഴ്സും ഒക്കെ ഉണ്ടാക്കി, ഹൈയും ലോവും പിന്നെ സ്വരങ്ങളൊക്കെ ഇട്ട് അങ്ങനെ 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 ഇട്ട് സെറ്റ് ചെയ്തു ആ സാധനം. അത് കുറേ സമയം എടുത്തു, കുറേ കഷ്ടപ്പെട്ട് ചെയ്തതാണ്. അത് കഴിഞ്ഞ് പിന്നെ വീഡിയോ എടുക്കണമല്ലോ. അപ്പൊ വീഡിയോ അവനും എക്സൈറ്റഡ് ആയി. അപ്പൊ ചേച്ചി ഒന്നും വിചാരിക്കണ്ട, ചേച്ചി നാളെ പോരെ ഡ്രസ്സ് ചെയ്തിട്ട് നമുക്ക് ഇവിടെ വെച്ചെടുക്കാം എന്നിട്ട് അങ്ങനെ എടുത്ത് അവന് കുറച്ച് എഡിറ്റിങ്ങും പരിപാടികളൊക്കെ അറിയാം. അപ്പൊ അങ്ങനെ അവൻ വീഡിയോ എടുത്തു, എല്ലാ ലേയേഴ്സും വീഡിയോ എടുത്തു, അങ്ങനെ ഗ്രിഡൊക്കെ ആക്കി. വീഡിയോ എഡിറ്റ് ഒക്കെ ജസ്റ്റ് ആണ് ചെയ്തത്, മിക്സ് ഒക്കെ അവനാ ചെയ്തത്. അങ്ങനെ അങ്ങനെ ചെയ്തതാ അത്. പക്ഷെ അത് ഈ മ്യൂസിക് സർക്കിളിൽ അത്യാവശ്യം നല്ലൊരു അപ്രീസിയേഷൻ കിട്ടിയ ഒരു സാധനമായിരുന്നു. എനിക്കും നല്ലൊരു സാറ്റിസ്ഫാക്ഷൻ ആണ് അത് കാണുമ്പോ. ഒരു എന്താ പറയാ, അത് ഒരു തികച്ചും ഒരു സ്പെർ ഓഫ് ദ മൊമെന്റില് ഒരു ഭയങ്കര ഒരു അഡ്രിനാലിൻ റഷില് തുടങ്ങിയ ഒരു സാധനമാണത്. ബട്ട് ഐ പുട്ട് എ ലോട്ട് ഓഫ് വർക്ക് ഇൻ ടു ഇറ്റ് ആൻഡ് എനിക്കിപ്പോ കണ്ടുവരുമ്പോ ഭയങ്കര സന്തോഷം. അതേപോലെ റിയാലിറ്റി ഷോയിൽ കുട്ടികളെ ജഡ്ജായിരിക്കുക എന്ന് പറയുന്നത്, ബഡിങ് ആർട്ടിസ്റ്റിനെ കാണുക എന്ന് പറയുന്ന ഒരു രസം കൂടെ അല്ലേ, ഇവരെ ഗൈഡ് ചെയ്യുക എന്ന് പറയുന്നതിന് ഒരു രസം ഉണ്ടല്ലോ. അത് ശരിക്ക് ഇതിൽ ഏത് ഭാഗത്തിലാണ് വരുന്നത്? ഹൈ ആണോ അതോ? ഈ റിയാലിറ്റി ഷോ പറയുമ്പോ ഞാൻ ബേസിക്കലി ഞാനത് പിള്ളേരോട് റിപ്പീറ്റഡ്ലി പറയാറുമുണ്ട്. ലൈക്ക് യുനോ ഞാൻ ജഡ്ജായിട്ടല്ല ഇരിക്കണേ. ഐ എം ജസ്റ്റ് ഹിയർ ടു ടെൽ യു, എൻ്റെ ഇത്ര നാളത്തെ എക്സ്പീരിയൻസിൽ ഞാൻ ഏൺ ചെയ്തേക്കുന്ന കുറച്ച് ലെസൺസ് ഉണ്ട്. അത് പറഞ്ഞു തരാൻ വേണ്ടി മാത്രം. ബിക്കോസ് ഐ ഡോണ്ട് തിങ്ക് നമ്മളങ്ങനെ ഒരാളെ എന്താ പറയാ മാർക്കറ്റ് ജഡ്ജ്. പക്ഷെ അൺഫോർച്ചുനേറ്റ്ലി അതിന്റെ ഫോർമാറ്റ് അങ്ങനെ ആയിപ്പോയതുകൊണ്ട് അങ്ങനെ ഒരു റെസ്പോൺസിബിലിറ്റി നമ്മുടെ തലയിലുണ്ട്. പക്ഷെ അതർവൈസ് ദ ബേസിക് ഐഡിയ വൈ ഐ ഡു ഇറ്റ് ഇസ് ബിക്കോസ് എനിക്ക് ഈ പറഞ്ഞ മാതിരി ഞാൻ ക്യൂരിയസ് ആണ്. എനിക്ക് പാട്ട് കേൾക്കാനും പുതിയ കുട്ടികൾ പാടുന്ന കേൾക്കാനും ഒക്കെ ഐ ലൈക്ക് ഇറ്റ്. അപ്പൊ എന്താ വെച്ചാൽ ചിലപ്പോ ഭയങ്കര ഡിഫറെന്റ് ആയിട്ടുള്ള സ്റ്റാൻഡ് ഔട്ട് ചെയ്യുന്ന ടോൺസ് ഉള്ള കുട്ടികളുണ്ടാവും. അപ്പോൾ ഇറ്റ് മേക്സ് മീ എക്സൈറ്റഡ് അബൌട്ട് ഇറ്റ്. അപ്പൊ ഞാൻ മാക്സിമം അവരുടെ പല കുട്ടികൾക്കും ഐ ഹാവ് ഫെൽറ്റ് ലൈക്ക് യുനോ കുറച്ച് ഡിഫറെൻ്റ് ആയിട്ടുള്ള വോയിസ് ഒക്കെ ഉള്ള പല കുട്ടികളും ആദ്യം വരുമ്പോൾ എല്ലാവരും എന്നോട് പറയും എൻ്റെ ശബ്ദം ഇങ്ങനെയാണ്, അതുകൊണ്ട് എന്ത് പാടിയാലും കാര്യമില്ല, കംപ്ലീറ്റ്ലി മോട്ടിവേറ്റഡ് ആയിട്ട് വരുന്ന കുട്ടികളുണ്ട്. പക്ഷെ ദേ ഡോണ്ട് റിയലൈസ് അതാണ് അവരെ യുണീക്ക് ആക്കുന്ന കാര്യം എന്നുള്ളതേ പലപ്പോഴും കുട്ടികൾക്ക് മനസ്സിലാവണില്ല. ബിക്കോസ് ദേ സോ യൂസ് ടു ദിസ് നോയ്സ് ലൈക്ക് യുനോ. അപ്പോൾ ദാറ്റ് ഈസ് മൈ ജോബ്, ദാറ്റ് ഈസ് വാട്ട് ഐ ഡു ആസ് എ ജഡ്ജ്. ഞാൻ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് അതാണ്, ടു ഗെറ്റ് ദം ഔട്ട് ഓഫ് that mindset, you know. And അതിൻ്റെ ഇമ്പ്രൂവ്മെന്റ് ഉണ്ടായിട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നു. 2-3 കുട്ടികൾ ഈ പറഞ്ഞ മാതിരി കഴിഞ്ഞ ഷോ ചെയ്തപ്പോൾ there was somebody who had a little bit of complexes regarding her voice. അപ്പം അങ്ങനെ ഇത് പറഞ്ഞ് now she's thriving. She's like, you know, I understand എൻ്റെ വോയിസ് ആണ് എൻ്റെ ഏറ്റവും യുണീക്ക് ആയിട്ടുള്ള കാര്യം. So I think that is my idea behind doing a reality show. And I think കുട്ടികളും ഒരു പരിധി കൂടുതൽ my suggestion would be ഒരു പരിധി കൂടുതൽ don't take it seriously. കോമ്പറ്റീഷൻ നല്ലതാണ്, നമുക്ക് നമ്മുടെ സ്കിൽ ഇംപ്രൂവ് ചെയ്യണം, that's all there, but don't let it consume your life. ഇങ്ങനെ ജീവിതമേ കോമ്പറ്റീഷൻ ആക്കരുത്. ബിക്കോസ് ഇത് ജയിച്ചു കഴിഞ്ഞാലും ഇവര് വരാൻ പോകുന്നൊരു ലോകം എന്ന് പറയുന്നത് എൻറ്റയർലി ഡിഫറെൻ്റ് ആണ്. അവിടെ നമ്മൾ സ്റ്റാൻഡ് ഔട്ട് ചെയ്യുക, നമ്മളൊരു സിഗ്നേച്ചർ ഉണ്ടാക്കുക എന്ന് പറഞ്ഞാൽ ഒരു ലോങ് പ്രോസസ്സാണ്. ഈവൻ ദാറ്റ് റിയാലിറ്റി ഷോ ടാഗ് വിൽ ഓൺലി ഹെൽപ്പ് യു കുറച്ച് നാളത്തേക്ക്, ബാക്കി നമ്മൾ തന്നെ പണിയെടുക്കണം. അപ്പോൾ അതുകൊണ്ട്
I think the focus should be more towards that than like winning a title or ഈ 90 മാർക്ക് 99 മാർക്കിനെക്കാളും focus should be on what do I do with my music once this is over. അതായിരിക്കണം എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. ഇതിനിടയ്ക്ക് ഒരു 2 year ഗ്യാപ്പ് ഉണ്ടായിരുന്നു ആൻഡ് യു ആർ ഡൂയിങ് സംതിങ് എൽസ്. അതെ. ആ വെഞ്ചർ എന്താ? ഞാൻ ആക്ച്വലി ഇതിൻ്റെ ഇടയിൽ 2022 സൂപ്പർ 4 കഴിഞ്ഞ സമയത്ത് ഞാനൊരു ഒരു റാൻഡം ഡിസിഷൻ അങ്ങോട്ട് എടുത്തു, ഞാനും എൻ്റെ ഭർത്താവും. യുനോ ഒന്ന് നാട് വിടാം കുറച്ച് നാളത്തേക്ക് എന്നുള്ളത്. വി മൂവ് ടു ദ UK ആൻഡ് 2 വർഷം ഞങ്ങൾ അവിടെയായിരുന്നു. ആൻഡ് ഞാനും ഹസ്ബൻഡും മോനും ഞങ്ങൾ 3 മോനെ അവിടെ ചേർത്തു. അപ്പം അങ്ങനെ അവിടെ ചെന്നപ്പോൾ എനിക്ക് എന്തെങ്കിലും പഠിക്ക ലൈക്ക് ഐ ടോൾഡ് യു ഐ എം ക്യൂരിയസ് ഇൻ ജനറൽ ബൈ നേച്ചർ അങ്ങനെയാണ്. അപ്പോൾ ഐ തോട്ട് ഐ വോണ്ട് ടു ലേൺ സംതിങ്. പക്ഷെ മ്യൂസിക് വേണ്ടാന്ന് എനിക്ക് വളരെ ഉറപ്പായിരുന്നു. ബിക്കോസ് ആ സമയത്ത് ഐ വോണ്ടഡ് ടു പേർപ്പസ്ഫുള്ളി എനിക്കൊരു ബ്രേക്ക് വേണമായിരുന്നു. അപ്പോൾ വാട്ട് ഡു ഐ ഡു അതർ ദാൻ മ്യൂസിക്? അപ്പോൾ ഐ നീഡഡ് സം ഹെൽപ്പ്. അപ്പം ഐ തോട്ട് എൻ്റെ കുറച്ച് പെർസ്പെക്റ്റീവ്സും ഒക്കെ ഒന്ന് ഫിക്സ് ചെയ്യാനായിട്ട് അങ്ങനെ ഞാനൊരു ലൈഫ് കോച്ചിങ് കോഴ്സ് എൻറോൾ ചെയ്തു. അത് ഈ സൈക്കോളജി ബേസ്ഡ് ടൂൾസ് യൂസ് ചെയ്തിട്ടുള്ള ലൈഫ് കോച്ചിങ് ടെക്നിക്സ് ആണ് നമ്മളെ പഠിപ്പിക്കുന്നത്. INLP എന്ന് പറഞ്ഞൊരു US ബേസ്ഡ് ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ കോഴ്സാണ് ചെയ്തത്. ആൻഡ് ഐ ഗോട്ട് മൈ സർട്ടിഫിക്കറ്റ് ഇൻ 1.5 വർഷത്തിൽ എനിക്ക് സർട്ടിഫിക്കറ്റ് കിട്ടി. അപ്പോൾ ഇപ്പോൾ ഐ എം എ സർട്ടിഫൈഡ് ലൈഫ് കോച്ച്. അപ്പം എന്ന് വെച്ചാൽ ഞാനിത് പഠിച്ചത് എൻ്റെ ഒരു സെൽഫ് ഇംപ്രൂവ്മെൻറ്റിന് വേണ്ടിയാണെങ്കിലും ഐ ഫീൽ ഒരുപാട് പേർക്ക് ഹെൽപ്പ് ആവശ്യമാണ്. എവ്രി വൺസ് ഗോയിങ് ത്രൂ സംതിങ് ഓർ ദി അതർ. ആൻഡ് എൻ്റെ നീഷ് എന്ന് പറയുന്ന ആർട്ടിസ്റ്റ് കോച്ചിങ് ആണ്. സോ ഇപ്പോൾ ഐ ഹാവ് പ്രോ ആക്റ്റീവ്ലി സ്റ്റാർട്ടഡ്. ഇത്രയും നാൾ ഞാൻ എൻ്റെ കോഴ്സിൽ പഠിച്ചിട്ടുള്ള മറ്റ് സ്റ്റുഡൻസ് ആയിട്ട് കോച്ചിങ് ചെയ്തപ്പം ഐ ഹാവ് സെവറൽ അവേഴ്സ് ഓഫ് കോച്ചിങ് എക്സ്പീരിയൻസ് ഇപ്പോൾ വിത്ത് അതർ സ്റ്റുഡൻസ്. പക്ഷെ അല്ലാണ്ട് ഇപ്പം ഞാൻ 1-on-1 കോച്ചിങ് ഇങ്ങനെ പതുക്കെ എൻ്റെ പേഴ്സണൽ സർക്കിൾസിലൊക്കെ ചെയ്ത് തുടങ്ങിയിട്ടുണ്ട്. ആൻഡ് ഇറ്റ് ഇസ് ഐ റിയലി എൻജോയ് ഇറ്റ്. ഞാൻ ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്യുന്ന ഒരു സാധനമാണ്. ഇറ്റ്സ് സംതിങ് ദാറ്റ് മേക്സ് മീ ലുക്ക്. ഒരു കോച്ചിങ് സെഷൻ ഉണ്ടെന്ന് പറയുമ്പോൾ ഐ റിയലി ലുക്ക് ഫോർവേഡ് ടു ഇറ്റ്. ഭയങ്കര ഞാൻ നല്ലോണം എൻജോയ് ചെയ്യുന്ന ഒരു സാധനമാണ്. ഇനി എന്താ മ്യൂസിക്കിൽ പെർസ്യൂ ചെയ്യാൻ ആഗ്രഹിക്കുന്നത്, അല്ലെങ്കിൽ ഫ്യൂച്ചർ എന്താ? ഐ ഡോണ്ട് നോ ബിക്കോസ് എന്താ അറിയോ, ഞാൻ ഐ ഹാവ് നെവർ ബീൻ ലൈക്ക് എനിക്കൊരു മറ്റേ ഗ്രാമി വേണം അല്ലെങ്കിൽ മറ്റേ ഗോൾഡൻ ഗ്ലോബ് വേണം അങ്ങനത്തെ. കിട്ടിയാ വളരെ സന്തോഷം, പക്ഷേ കിട്ടിയാ വേണ്ടാതൊക്കെയാണ്. പക്ഷേ ഐ ഡോണ്ട് തിങ്ക് ഐ ഹാവ് എവർ ബീൻ ലൈക്ക് ടെറിബ്ലി ambitious. എനിക്ക് ഐ തിങ്ക് ഐ ഹാവ് ഓൾവേസ് ടേക്കൺ ലൈഫ് ആസ് ഇറ്റ് കംസ്. അപ്പം എന്ന് വെച്ചാൽ ഐ എം ഗ്രേറ്റ്ഫുൾ ഫോർ വാട്ട് ഐ ഹാവ്. എനിക്ക് എന്ത് വേണമെന്ന് ചോദിച്ചാൽ ഐ വോണ്ട് ടു ഡെഫിനറ്റ്ലി കീപ് സിംഗിങ്. ഐ വോണ്ട് ടു ഡു മൈ ലൈവ് പെർഫോമൻസസ്. ഞാൻ ചെയ്യാൻ ആഗ്രഹിക്കുന്ന തരത്തിലുള്ള ലൈവ് ഈവൻറ്റ്സ് ഉണ്ട്, അത് ചെയ്യണം എന്ന് ആഗ്രഹമുണ്ട്. ടു റീച്ച് ടുവേർഡ്സ് ഒരു പെർട്ടിക്കുലർ കൈൻഡ് ഓഫ് ഓഡിയൻസ് വേർ ഐ ക്യാൻ ഡു അവർക്കും എനിക്കും ഇഷ്ടമുള്ള തരത്തിലുള്ള മ്യൂസിക് പ്രസൻറ്റ് ചെയ്യാൻ പറ്റുന്ന പോലത്തെ സ്പേസസിൽ പെർഫോം ചെയ്യണം എന്ന് ആഗ്രഹമുണ്ട്. പിന്നെ എനിക്ക് ആ ക്രിയേറ്റീവ് സർജ് വരുമ്പോൾ ഇൻഡിപെൻഡൻറ്റ് വർക്കുകൾ ചെയ്യണം എന്നുണ്ട്, ലൈവ് പെർഫോമൻസസ് ചെയ്യണം എന്നുണ്ട്. ആൻഡ് ഓഫ് കോഴ്സ് ഐ നോ ദാറ്റ് ഐ വിൽ ഓൾവേസ് കീപ് അപ്ഗ്രേഡിങ് മൈ സ്കിൽ. ആ കാര്യത്തിൽ എനിക്ക് ഡൗട്ടില്ല, ബിക്കോസ് ഐ എം ഓൾവേസ് ലിസ്ണിങ് ആൻഡ് ലേണിങ് ആൻഡ് അപ്പം അതെപ്പോഴും ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കും. വാട്ട് ഈസ് ദ റിസൾട്ട് ഓഫ് ദാറ്റ് എന്നുള്ളത് ഐ ഡോണ്ട് നോ. ഐ ജസ്റ്റ് ടേക്ക് ഇറ്റ് ആസ് ഇറ്റ് കംസ്. പിന്നെ ഓഫ് കോഴ്സ് എൻ്റെ കോച്ചിങ് അത് സൈഡ് ബൈ സൈഡ് ഞാൻ കൊണ്ടുപോകുന്നുണ്ട്. ആൻഡ് ഇറ്റ്സ് സംതിങ് ദാറ്റ് ഗിവ്സ് മീ എ ലോട്ട് ഓഫ് സാറ്റിസ്ഫാക്ഷൻ. ഐ എം റിയലി എൻജോയിങ് ഇറ്റ്. അപ്പോൾ അങ്ങനെ ഞാൻ ഐം ജസ്റ്റ് സറണ്ടറിങ് ടു ലൈഫ്. അവസാനമായിട്ടൊരു പാട്ട് ഉറപ്പായിട്ടും. ഏതാണ് വേണ്ടത്? ഏത് പാടിയും കുഴപ്പമില്ല. ഞാൻ എൻ്റെ ഒരു ഇൻഡിപെൻഡൻറ്റ് പാടട്ടെ. 2019 ചെയ്തൊരു വർക്കാണ്. എരിയുമീ ചുടുവേനലിൽ തിരയുന്നു എന്നിലെ എന്നെ, ആ ചിരികളോ ചിതയാകിലും പോകുവാനില്ല ഞാനെങ്ങും. ഈ ഞാനും
കാണും മകളെയൻ മഴവേ മേഘങ്ങൾ പെയ്യുന്നേ തുമഞ്ഞോ വീഴുന്നേ ആഹാ പറന്നേ ഉയർന്നേ പറന്നുയർന്നേ തീ പൊള്ളും കനലിൽ നിന്നും പറന്നുയർന്നേ പറന്നേ ഉയർന്നേ പറന്നുയർന്നേ തീ പൊള്ളും കനലിൽ നിന്നും പറന്നുയർന്നേ. പാട്ട് ഞാൻ കേട്ടിട്ടുണ്ട്. കേട്ടിട്ടുണ്ടോ? എന്തായാലും അൺഎക്സ്പ്ലോർഡ് സ്ഥലങ്ങളെല്ലാം ജേർണിയിലാണെങ്കിലും മ്യൂസിക്കിലാണെങ്കിലും എക്സ്പ്ലോർ ചെയ്യട്ടെ. Thank you, Anagha. It was wonderful talking to you. Thank you so much.